ഇന്ന് ബിഗ് ബോസ് വീട്ടിലോട്ട് ഒരു ഗസ്റ്റ് വരുന്നുണ്ട്. അത് ഉർവശിയാണ്. ഇനി വേറെ വല്ല ഗസ്റ്റ് ഉണ്ടോ, ഇന്ന് എവിക്ഷൻ ഉണ്ടോ, ഇന്ന് നോറെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ടോ, ആരൊക്കെയാണ് എവിക്റ്റ് ആവുന്നത്, ശ്രീതു ആണോ, എല്ലാ ചോദ്യത്തിനും ഉത്തരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. പോകുന്നതിന് മുമ്പ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു CS റോക്കേഴ്സ്. അപ്പോൾ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. പോകുന്നതിന് മുമ്പ് എല്ലാവരും ലൈക്ക് അടിക്കണം കേട്ടോ. അപ്പൊ എന്തായാലും കാര്യത്തിലോട്ട് ഇറക്കാം. അങ്ങനെ ഇന്ന് ഒരു ഗസ്റ്റ് വരുന്നുണ്ട്. അത് ഉർവശിയാണ്, നമുക്ക് വ്യക്തമായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷെ വേറൊരാളും കൂടെ ഗസ്റ്റ് ആയിട്ട് ഈ പ്രാവശ്യം കയറുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത് ആരാണ്, ആക്ടറാണോ ആക്ട്രസ് ആണോ, എവിടെ നിന്നാണ് വരുന്നത്, എന്താണ് സംഭവം, വ്യക്തമായുള്ള ന്യൂസ് നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. കിട്ടുമ്പോൾ വ്യക്തമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അത് മാത്രമല്ലാണ്ട് ഇന്ന് എവിക്ഷൻ ഉണ്ടോ ഇല്ലയോ, ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലാണെങ്കിൽ ഒരു 7 പേരും കണ്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പൊ അതേ സമയത്ത് ഇപ്പോൾ നോറയെ ജയിപ്പിക്കാൻ നോക്കുന്നു ബിഗ് ബോസ്, അല്ലെങ്കിൽ ജാസ്മിനെ ജയിപ്പിക്കാൻ നോക്കുന്നു ബിഗ് ബോസ്, ജിൻഡോയെ തോപ്പിക്കാൻ നോക്കുന്നു ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ന്യൂസ് ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ബിഗ് ബോസിന് ഒരു വ്യക്തിയെ ജയിപ്പിക്കാൻ സാധിക്കത്തില്ല. സപ്പോർട്ട് ചെയ്യാം, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാം. പക്ഷെ ആ സപ്പോർട്ട് തുടക്കം തൊട്ട് കിട്ടിയാൽ മാത്രമേ ജയിപ്പിക്കാൻ ബിഗ് ബോസിന് സാധിച്ചു വരുള്ളൂ. പക്ഷെ ഇതേ സമയത്ത് നോറയെ സപ്പോർട്ട് ചെയ്ത് ബിഗ് ബോസ് നമ്മുടെ സീക്രട്ട് റൂമിലോട്ട് വിട്ടു, എവിക്ഷൻ ചെയ്യാണ്ട്. സീക്രട്ട് റൂമിൽ വിട്ടെങ്കിലും ബിഗ് ബോസ് എന്താ പറഞ്ഞു വിട്ടേക്കുന്നത്, നമ്മുടെ നോറേന്റെ അടുത്ത് ജിൻഡോനെ ആശ്രയിച്ചേക്ക്, ജിൻഡോനെ പൊക്കി പൊക്കി വിട് എന്നൊക്കെയാണ് പറഞ്ഞത്. അച്ചമ്പടി നമ്മുടെ നോറ ബിഗ് ബോസ് വീട്ടിലോട്ട് വന്നിട്ട് ജിൻഡോയെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. ജിൻഡോ ചേട്ടൻ പോളി ആ രീതിയിലൊക്കെയാണ് ഇപ്പൊ ഭയങ്കര വർത്താനം. ജിൻഡോയോട് നല്ല സംസാരിക്കാൻ വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതേ സമയത്ത് പവർ ടീമിലേക്ക് ആയിരുന്നപ്പോൾ ജിൻഡോനെ കണ്ടു, അത്രക്ക് വെറുപ്പായിരുന്നു നമ്മുടെ നോറയ്ക്ക് ജിൻഡോനെ. ഇപ്പോ ഒരു എവിക്ഷനെ കഴിഞ്ഞ് തിരിച്ച് ബിഗ് ബോസ് അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു വിട്ടത് കൊണ്ട് തന്നെ നോറ ബിഗ് ബോസ് വീട്ടിലോട്ട് വന്നിട്ട് ജിൻഡോയെ പൊക്കി പറയലായിക്കോട്ടെ, ജിൻഡോനോട് ഒരുപാട് സംസാരമൊക്കെ ആയിട്ട് ജിൻഡോനെ ആശ്രയിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ വോട്ട് കിട്ടുന്നതാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ എന്നാലും വോട്ട് തീരെ കുറവായതുകൊണ്ട് ഈ പ്രാവശ്യം എവിക്ഷനിൽ നമ്മുടെ നോറ തന്നെ പോകും. അതല്ല ബിഗ് ബോസിന് ഇപ്പൊ വീണ്ടും നമ്മുടെ നോറയെ രക്ഷപ്പെടുത്തണം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ ഭയങ്കര റിസ്ക് പിടിച്ച ഒരു വഴിയുള്ളൂ. ഒന്ന്, നമ്മുടെ ഋഷി പണപ്പെട്ടി എടുത്തിട്ട് പുറത്തു പോകണം. ഇപ്പൊ ഒരാൾ പോയാ ഇനി ഒരാളെന്ന് പറഞ്ഞാൽ വോട്ടിംഗിന്റെ അടിസ്ഥാനത്തിൽ ചെറിയൊരു വ്യത്യാസം നമ്മുടെ ശ്രീധുവിന് നോറയ്ക്കുള്ളൂ. അപ്പോ ശ്രീധുവിനെ കളഞ്ഞിട്ട് നമ്മുടെ നോറയെ സേഫ് ചെയ്ത് വെക്കണം. ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നോറയെ നമുക്ക് ടോപ്പ് 5 കയറ്റാൻ പറ്റുള്ളൂ. അങ്ങനെ കയറ്റിയാൽ തന്നെ ഏറ്റവും ഫസ്റ്റ് ടോപ്പ് 5 നിന്ന് ഇറങ്ങി പോകുന്ന വ്യക്തി നമ്മുടെ നോറ തന്നെയായിരിക്കും. അപ്പൊ ഇത്രയും വലിയ റിസ്ക് നോറയ്ക്ക് വേണ്ടി എടുക്കാൻ ബിഗ് ബോസ് തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എന്തായാലും ഈ നോറ ഈ ആഴ്ച എവിക്ഷൻ ആകും, അല്ലെങ്കിൽ എവിക്റ്റായി പുറത്തു പോകുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. എന്തായാലും മിഡ് വീക്ക് എവിക്ഷൻ അല്ലെങ്കിൽ ഈ വരുന്ന ഗസ്റ്റിന്റെ ഒപ്പം തന്നെ തിരിച്ച് നമുക്ക് നോറയ്ക്ക് പോകേണ്ട വന്നാൽ അത്രയും വലിയ നാണക്കേട് വേറെ ഒന്നുമില്ല എന്ന് തന്നെ ഞാൻ പറയും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ അല്ലെങ്കിൽ 2 ദിവസം മുമ്പാണ് ഇപ്പൊ സീക്രട്ട് റൂമും എവിക്ഷൻ എല്ലാം കഴിഞ്ഞൊന്ന് കയറി വന്നത്. അതേ സമയത്ത് പിന്നെ ഒരു ഗസ്റ്റിന് കൈ പിടിച്ച് പുറത്തു പോകുക എന്ന് പറയുമ്പോൾ യാതൊരു തരത്തിലുള്ള വോട്ടും ഇല്ല, ഒരു സപ്പോർട്ട് ഇല്ലാത്തൊരു വ്യക്തി എന്ന രീതിയിൽ പുറത്തു പോകുമല്ലോ. അപ്പൊ എന്തായാലും മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടാകുമെന്നാണ് തോന്നുന്നത്. എന്തായാലും വ്യക്തമായിട്ട് ന്യൂസ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. നിങ്ങൾ കുറെ പേര് പറയുന്നുണ്ട് ജാസ്മിനെ ജയിപ്പിക്കാൻ വേണ്ടി ജിൻഡോനെ കാണിക്കുന്നില്ല, മറ്റേതാ മറിച്ചാന്ന്. നിങ്ങൾക്ക് ജിൻഡോന് ഇഷ്ടമാണെങ്കിൽ നല്ല രീതിയിൽ അങ്ങ് വോട്ട് ചെയ്താൽ മാത്രം മതി, ജിൻഡോ തന്നെ ജയിക്കുള്ളൂ. നിങ്ങൾ വോട്ട് ചെയ്യാണ്ടിരുന്നാൽ മാത്രമേ ജിൻഡോ തോക്കുള്ളൂ എന്നാണ് എന്റെ അഭിപ്രായം. എന്തായാലും നിങ്ങൾക്ക് ഇതേ അഭിപ്രായമാണ് കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പൊ നോറ ഫാൻസ് ആരെങ്കിലൊക്കെ ഫാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ള മത്സരത്തിൽ പേരൊക്കെ കമന്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കുക കേട്ടോ.